Welcome back. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്, അഥവാ കൺസ്യൂമറിൻ്റെ ബയ്യറിൻ്റെ ബിഹേവിയർ എന്നതിനെ സംബന്ധിച്ചിട്ട്. എന്താണ് ബയ്യറിൻ്റെ ബിഹേവിയർ? ഏതൊക്കെ ഘടകങ്ങളാണ് ബയ്യറിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഒരു ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, നൈബർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ്, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനം, അല്ലെങ്കിൽ അതുപോലെ ചുറ്റുപാട്, എല്ലാം ഒരു കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു വളരെയധികം സങ്കീർണമായ ഒരു വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയ്യറിനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ബയ്യറിൻ്റെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നീഡ്സ് ആവശ്യങ്ങളെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മീൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് പവറും അതുപോലെ തന്നെ പർച്ചേസിങ്ങും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഇത്രയധികം റവല്യൂഷൻ കമ്മ്യൂണിക്കേഷനിൽ വന്ന സ്ഥിതിക്ക് ആളുകൾ ആ കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരുപാട് നോളജിനെ കുറിച്ച്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വിവിധങ്ങളായ നോളജ് അവർ സമ്പാദിക്കുകയും എന്നിട്ട് തനിക്ക് എന്താണോ ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് ആ ആവശ്യത്തിൽ നിന്നും അദ്ദേഹം ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി ബിഹേവിയറിനെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ, രീതിയെ നമുക്ക് നിർവചിക്കാൻ കഴിയുകയില്ല. കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് പല ഘടകങ്ങളെയും സ്വാധീനിക്കുന്നതാണ്. അവർ ചുറ്റുപാടിക്കുന്ന കമ്മ്യൂണിക്കേഷനും അവരുടെ സോഷ്യൽ ലൈഫും എല്ലാം ഒരു കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒരുപാട് തിയറീസ് ഇതുവരെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട് കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ കുറിച്ച്. അതിലൊന്നാണ് എക്കണോമിക്കൽ തിയറി അനുസരിച്ച് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ഉദാഹരണത്തിന് ഒരു മാർജിനൽ യൂട്ടിലിറ്റിയാണ് കൺസ്യൂമർ ഫോളോ ചെയ്യുന്നത് എന്നതാണ് എക്കണോമിക്കൽ തിയറി അനുസരിച്ച് പറയുന്നത്. അഥവാ ഒരാൾക്ക് നമുക്ക് ഉള്ള വരുമാനം അനുസരിച്ച് ചെലവഴിക്കുക, അഥവാ എന്താണോ അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് പവർ, അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കൺസ്യൂമറിൻ്റെ, ഒരു ബയ്യറിൻ്റെ ചെലവഴിക്കുന്ന സംവിധാനം വരുന്നത്. അവർ എങ്ങനെ ഒരു മാർജിനനുസരിച്ച് ഒരു കൺസ്യൂമർ ഓരോ കാര്യങ്ങളും, ഓരോ പ്രൊഡക്റ്റും ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ആ പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ലഭ്യമാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ വിലക്ക് അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണെങ്കിൽ കൺസ്യൂമർ അതായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം ഏറ്റവും ലോ കോസ്റ്റിന് ഹയസ്റ്റ് യൂട്ടിലിറ്റി ലഭ്യമാക്കുന്നതാണ് ഈ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ എവിടെയാണോ കൂടുതൽ യൂട്ടിലിറ്റി ലഭിക്കുന്നത്, കുറഞ്ഞ കോസ്റ്റിൽ എവിടെയാണോ കൂടുതൽ യൂട്ടിലിറ്റി ലഭിക്കുന്നത്, അവിടേക്കായിരിക്കും കൺസ്യൂമർ മാറുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ കൂടുതൽ യൂട്ടിലിറ്റി ആണ് ഈ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം. അതല്ലെങ്കിൽ നല്ല പർച്ചേസിങ് പവർ ഉണ്ടെങ്കിൽ അതിന് കണക്കായ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് വർദ്ധിക്കും. അതേസമയത്ത് പർച്ചേസിങ് പവർ കുറവാണെങ്കിൽ ആ പർച്ചേസിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് എക്കണോമിക് തിയറി അനുസരിച്ച് ഒരു ബയ്യറിൻ്റെ ബിഹേവിയറിനെ നിർവചിക്കുന്നത്. ബയ്യർ ബിഹേവിയറിനെ നിർവചിക്കുന്ന മറ്റൊരു തിയറിയാണ് ലേൺഡ് തിയറി അനുസരിച്ച് അവിടെ രണ്ട് തരം, അഥവാ പ്രൈമറി ഡ്രൈവ് അല്ലെങ്കിൽ സെക്കൻഡറി ഡ്രൈവ്, അങ്ങനെ രണ്ട് തരം ഡ്രൈവ്സ്, അതാണ് ഒരു ബിഹേവിയറിനെ നിർവചിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡ്രൈവ്സ് അനുസരിച്ച് എന്താണ്, ഒരാൾക്ക് തേഴ്സ്റ്റ് ഉണ്ട്, ഒരാൾക്ക് ദാഹമുണ്ട്, അല്ലെങ്കിൽ വിശപ്പുണ്ട്, ഹങ്കറുണ്ട്. ഈ സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ സാറ്റിസ്ഫൈ
സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എവിടെയാണോ ഒരു ഷോപ്പ് കണ്ട് അവിടെ പോയിട്ട് നമുക്ക് വെള്ളം കുടിച്ച് നമ്മുടെ ദാഹം മാറ്റും, അതല്ലെങ്കിൽ നമ്മൾ ഒരു അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. അത് ഒരു പ്രൈമറി ആവശ്യങ്ങളാണ്. ആ പ്രൈമറി ആവശ്യം നീഡ്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് ഒരു പ്രൈമറി ഡ്രൈവ് എന്ന് പറയുന്നത്. അതേസമയം ലേൺഡ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഈ ചിലപ്പോൾ പ്രൈമറി ആയിട്ടുള്ള ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതോടുകൂടി അയാൾ ഒരു വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ വെള്ളം തന്ന ആളുടെ ഒരു യൂട്ടിലിറ്റി, അദ്ദേഹം തന്ന യൂട്ടിലിറ്റി, പ്രൊവൈഡ് ചെയ്ത യൂട്ടിലിറ്റി വളരെയധികം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ അദ്ദേഹം തന്ന വെള്ളത്തിൻ്റെ സ്വാദ് കുറച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീണ്ടും അദ്ദേഹം അവിടെ എത്തിപ്പെടും. അതിനെയാണ് ഒരു ലേൺഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. അഥവാ അദ്ദേഹം അവിടെ നിന്നും എക്സ്പീരിയൻസ്, അവിടെ വെള്ളം കുടിച്ചപ്പോൾ അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചപ്പോൾ അവിടുത്തെ നീറ്റ്നെസ് അല്ലെങ്കിൽ അവിടുത്തെ പെരുമാറ്റം അതല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി, ഇതൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ യൂട്ടിലിറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ച് അവിടെ തന്നെ എത്തുന്ന ഒരു ഡ്രൈവ്, അതാണ് ആ ഒരു ബിഹേവിയർ, അതാണ് ലേൺഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ബിഹേവിയറിലെ മറ്റൊരു തിയറിയാണ് സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത്. സൈക്കോ അനലിറ്റിക് തിയറിയുടെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സൈക്കോ അനലിറ്റിക് ബിഹേവിയറിന് 3 ഘടകങ്ങളാണെന്നു. ഇഡ്, ഒന്ന് ഇഗോ, ഒന്ന് സൂപ്പർ ഇഗോ. ഇഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് ഡ്രൈവാണ്, നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, മോട്ടീവ്, അതിന് മോട്ടീവ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾക്ക് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതില്ല. അതേസമയത്ത് ഇഗോ എന്ന് പറയുന്നത് നമ്മൾ ഇഗോ അനുസരിച്ച് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അവിടെ പിന്നെ ബ്ലൈൻഡ്ലി ആണ്, നമുക്ക് പിന്നെ ചിന്തിക്കേണ്ടതില്ല. അങ്ങനെയുള്ള കാര്യത്തിലാണ് ഇഗോ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ഇഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊറാലിറ്റി ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുന്ന ഒരു തീരുമാനമെടുക്കും, പർച്ചേസിങ്ങിൽ തീരുമാനമെടുക്കും. അങ്ങനെയുള്ള സൂപ്പർ ഇഗോ, ഈ 3 കാര്യങ്ങളാണ് സൈക്കോ അനലിറ്റിക് തിയറി അനുസരിച്ച്. മറ്റൊരു തിയറിയാണ് സോഷ്യൽ കൾച്ചറൽ തിയറി. ഇതനുസരിച്ച് ബിഹേവിയർ നിശ്ചയിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് അവരുടെ ബിഹേവിയറുടെ സ്വന്തം പേഴ്സണൽ ലൈക്സും ഡിസ്ലൈക്സും ചേഞ്ച് ചെയ്യും. അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങളും എല്ലാം തന്നെ സൊസൈറ്റിക്ക് വേണ്ടി ചേഞ്ച് ചെയ്യും. സൊസൈറ്റി എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യും. നമ്മൾ ഫ്രണ്ട്സ് എന്താണോ വാങ്ങിയിരിക്കുന്നത്, ലക്സറി ആയിട്ടുള്ള കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കും വേണം, നമ്മൾ നല്ല ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ ചേഞ്ചിന് സോഷ്യൽ, അതുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് മാനുഷ്യ സോഷ്യൽ ആനിമൽ, അതുകൊണ്ട് തന്നെ സാമൂഹ്യ ചുറ്റുപാടുകൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കൾച്ചറൽ ആയിട്ടുള്ള ഏതെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഘടകങ്ങളായിരിക്കും അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുക. അല്ലെങ്കിൽ സബ് കൾച്ചർ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ കാസ്റ്റ് ആയിരിക്കും, അവരുടെ കാസ്റ്റിൻ്റെ അനുസരിച്ചുള്ള അവരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ ആ വിഭാഗം എന്താണോ ഇച്ഛിക്കുന്നത് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ്ങിൻ്റെ രീതി അത് സ്വാധീനിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അടുത്ത കാലഘട്ടത്തിലായി ഈ മാർക്കറ്റിങ്ങിൻ്റെ വലിയ വലിയ സ്കോളേഴ്സുകൾ ബിഹേവിയറിനെ കുറിച്ച്, കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നിക്കോഷ്യ മോഡൽ എന്ന് പറയുന്നത്. ഇത്തരം നിക്കോഷ്യ മോഡൽ ആയതും ഹഡ്വേർഡ് ആൻഡ് ഷെറ്റ് മോഡൽ, ഇത്തരം ഒരുപാട് മോഡലുകൾ രംഗത്ത് വന്നു. ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു മോഡൽസുകളാണ്. അപ്പോൾ ഈ നിക്കോഷ്യ മോഡൽ അനുസരിച്ച് 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ 4 ഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് കൺസ്യൂമർ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നും മറ്റുമുള്ള ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് ആദ്യത്തെ ഒരു ഘട്ടം. രണ്ടാമത് കൺസ്യൂമർ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, അതിൻ്റെ ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു. എന്നിട്ട് കൺസ്യൂമർ അവസാനം ഒരു തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ 3-ാമത്തെ ഘട്ടമാണ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ
പർച്ചേസ് ചെയ്യുകയും നാലാമത്തെ ഘട്ടത്തിലേക്ക് അതോടുകൂടി കിടക്കുന്നു എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ യൂട്ടിലിറ്റി അതാണ് പിന്നെ നാലാമത്തെ മോഡലായി വരുന്നത്, നാലാമത്തെ ഘടകമായി വരുന്നത്. അപ്പോൾ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്ത ശേഷം ആഫ്റ്റർ പർച്ചേസിലുള്ള യൂട്ടിലിറ്റിയും അത് ഷെയർ ചെയ്യുന്നതിലുള്ള ഇതുമാണ് കൺസ്യൂമറിൻ്റെ ഒരു വിധത്തിലുള്ള മോഡൽ, ബിഹേവിയറിൻ്റെ ഒരു മോഡലായി നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതാണ് ഇനി കോഷ്യ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു മോഡലാണ് ഹവാദ് ഷർട്ട് മോഡൽ. ജോൺ ഹവാർഡ് ആൻഡ് ജഗദീഷ് ഷർട്ട് ഇവർ ഫോം ചെയ്തിരിക്കുന്ന ഒരു മോഡലുണ്ട്. അതനുസരിച്ച് ഒരു ശക്തമായ സ്റ്റിമിലിൽ നിന്നും ഒരു മോട്ടിവേഷനിൽ നിന്നും ഒരു പർച്ചേസിങ് സംഭവിക്കുന്നു, അതിൽ നിന്നും ഒരു ഇൻപുട്ട് സംഭവിക്കുന്നു, അത് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ടായി ലാസ്റ്റ് പർച്ചേസിങ് സംഭവിക്കുന്നു. ഈ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടയിൽ ഒരു ലേണിംഗ് പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നു. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് പഠിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നു. അതാണ് ഹവാർഡ് ആൻഡ് ഷർട്ട് മോഡൽ എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ബയ്യർ ബിഹേവിയർ അഥവാ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ എൻ്റെ വരും വീഡിയോകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബയ്യിങ് മോട്ടീവ്സിനെ കുറിച്ചും മറ്റുള്ള തിയറികളെക്കുറിച്ചും ഡീറ്റെയിൽസായി നിങ്ങൾക്ക് വരും വീഡിയോകൾ അറിയാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുവാൻ ബെൽ ഐക്കൺ ആക്റ്റീവ് ചെയ്യുക. ഇന്ന് നമുക്ക് ഇവിടെ പിരിയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.